ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. വീട്, കുടുംബം, ജോലി, സമ്പത്ത് മുതലായവയിൽ മാത്രം മുഴുകിക്കിടക്കുന്ന ഒരാൾക്ക് വിദ്യ നേടാനോ ആത്മീയമായ ബോധമുണ്ടാക്കാനോ താല്പര്യം ഉണ്ടാവുകയില്ല. എന്നാൽ ഈ വീടും തൻ്റെ ജീവിതവും ബന്ധുമിത്രാദികളുമെല്ലാം തനിക്ക് ജീവിക്കാനാണ്. ജീവിക്കുന്നത് എന്തിനാ? താൻ ആരാണെന്ന പരമസത്യം അറിയാനാണ്. നാം ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണോ ആ ലക്ഷ്യം പ്രാപിക്കാൻ വേണ്ടിയാണ് നാം അനവരതം പ്രയത്നിക്കേണ്ടത്. അത് പ്രയത്നിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതം വ്യർത്ഥമാകുന്ന വിധത്തിൽ നാം ദുർവിനിയോഗം ചെയ്യുകയാണ്. അതിനാൽ ഒരു കവി പറയുകയാണ്, ഗൃഹദേഹാദി സമ്പുഷ്ടി ആർന്നു ജീവിച്ചിടും നരൻ ജീവിതം കൊണ്ടു നേടേണ്ട എന്തെന്നോർക്കായ്വതത്ഭുതം. ഗൃഹം, ധനം, ദേഹാദി പുഷ്ടി ആർജിച്ചു ജീവിച്ചിടും മനുഷ്യൻ. ഗൃഹം, ദേഹം, ധനം മുതലായവ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി മാത്രം ജീവിക്കുന്ന മനുഷ്യൻ ജീവിതം കൊണ്ടു നേടേണ്ട എന്തെന്നോർക്കായ്വതത്ഭുതം. നമ്മുടെ ഈ ജീവിതം കൊണ്ട് നേടേണ്ടത് എന്താണോ അതൊന്ന് അറിയാത്തതും ഓർക്കാത്തതും അത്ഭുതകരമാണ്. എന്തിനു വേണ്ടിയാണ് നമുക്ക് ഈ ശരീരം? എന്തിനാണ് ഈ ശരീരത്തെ പോറ്റുന്നത്? നാം ജനിച്ചു വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നാം ഒന്ന് ചിന്തിക്കാറുണ്ടോ? അതൊന്നും നാം ചിന്തിക്കുന്നില്ല. നമ്മൾക്ക് ശരീരം കിട്ടി, ഈ കണ്ട ഭോഗങ്ങളൊക്കെ വന്നു ചേർന്നു. ഇനി ബാക്കിയുള്ളതെല്ലാം എൻ്റേതല്ലാത്തതിനെ എല്ലാം എൻ്റേതാക്കാനുള്ള വ്യാമോഹത്താൽ രാഗദ്വേഷാദികൾ വളർത്തി അശാന്തി സുഖ ദുഃഖാദികൾക്ക് വിധേയമായിക്കൊണ്ട് ചിരിച്ചും കരഞ്ഞും ജീവിച്ച് കാലം കഴിക്കുന്നു. പക്ഷേ ജീവിതം കൊണ്ട് നേടേണ്ടത് ഈ പറയപ്പെട്ടവ മാത്രം അല്ല. ഇതുകൊണ്ട് നേടേണ്ടത് തൻ്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം എന്താണ്? പരമമായ സംതൃപ്തിയും നിർവൃതിയും ആനന്ദവും പരമാനന്ദവും നമുക്ക് കൈവരിക്കണമെങ്കിൽ ആ പരമസത്യത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് വേണം. എന്നാൽ ആ ബോധത്തെ മറച്ചിരിക്കുന്നത് ഈ ബോധത്തിലുള്ള അത്യഗാധമായ ആസക്തിയാണ്. ഗൃഹകുടുംബാദികളിലുള്ള അത്യാസക്തി ഇതിനെ വിട്ടു ചിന്തിക്കാൻ സാധിക്കാതെ വരുന്നു. ഗൃഹകുടുംബാദികളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നാം ഉപേക്ഷിക്കേണ്ടതായി വരും. നമ്മെ ഉപേക്ഷിച്ച് അതെല്ലാം ഒന്നുകൾ വിട്ടുപോകും. അല്ലെങ്കിൽ ഇവയെ ഉപേക്ഷിച്ച് നാമായിരിക്കും പോകുന്നത്. ഇതെത്ര കാലം ഒന്നിച്ച് എന്നൊന്നും ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിനാൽ ഇതിലൊന്നുമല്ല നാം ഭ്രമിക്കേണ്ടത്. ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ദേഹത്തിന് ആഹാരം കൊടുക്കുന്നതും ദേഹത്തെ നിലനിർത്തുന്നതും നാം എന്തിനു വേണ്ടിയാ? ഈ ദേഹം ഉള്ളപ്പോൾ മാത്രമേ ആ പരമസത്യം ബോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയാണ് ദേഹത്തെ നാം നിലനിർത്തുന്നത്. ദേഹത്തിന് ആഹാരം കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും അതിനെ വെയിലും മഴയിൽ നിന്നും സംരക്ഷിക്കുന്നതുമെല്ലാം ഈ ദേഹം നശിക്കുന്നതിന് മുമ്പേ തൻ്റെ സ്വരൂപത്തെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അത് തിരിച്ചറിയാൻ ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അതാണ് ദേഹം കൊണ്ട് നേടേണ്ടത്. അത് നേടേണ്ട സമയത്ത് തന്നെ നേടണം. ഒന്നിനും പറ്റാത്ത വാർദ്ധക്യത്തിലേക്ക് എടുത്തു ചാടുമ്പോൾ നമുക്ക് നേടേണ്ടത് നേടാൻ സാധിക്കാതെയുണ്ട്. ഇതുവരെ നേടിയവ ഒന്നും തന്നെ നമുക്ക് സഹായകം അല്ല എന്നും ബോധ്യം വരുന്നു.
എൻ്റെ മക്കളും എൻ്റെ സമ്പത്തും എൻ്റെ കുടുംബാദികളുമൊക്കെ എനിക്കുണ്ടാവും, എന്നെ അവരൊക്കെ സംരക്ഷിക്കും എന്ന നമ്മുടെ ധാരണ തിരുത്തപ്പെടേണ്ടതാണെന്ന് വൈകിയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ അവയെ ഉപേക്ഷിക്കലല്ല, അവയോടുള്ള സംഘം ഉപേക്ഷിച്ച് ഞാൻ എന്തിനു വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണ് എന്ന് അറിയുന്നവരോട് ആരായുകയും അതിനുത്തരം കണ്ടെത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പോൾ മാത്രമേ നമുക്ക് അതിലേക്കുള്ള യാത്ര തുടങ്ങാനുള്ള പ്രേരണയുണ്ടാവൂ. യാത്ര തുടങ്ങിയാൽ മാത്രമേ ലക്ഷ്യത്തിലെത്താൻ സാധിക്കുകയുമുള്ളൂ. ഗ്രഹദേഹാദിസമ്പുഷ്ടി ആർന്നു ജീവിച്ചിടും നരൻ, ജീവിതം കൊണ്ടു നേടേണ്ട എന്തെന്നോർക്കായ്വതത്ഭുതം.